Hello guys, welcome to the channel. It's your one and only dearest Ali speaking. It's my first video. Hope you guys like it. നമ്മൾ ഒരുപാട് പേര് ഫോൺ എടുക്കുമ്പോൾ ടെക് റിവ്യൂസും അല്ലെങ്കിൽ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാറുണ്ടല്ലേ. അപ്പോൾ പലർക്കും എന്താണ് റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ റാം റോം ഇതെന്താണെന്ന് അറിയില്ല. നമ്മൾ റിവ്യൂസ് കാണുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ ഒന്നും കൂടി കാര്യം ഉണ്ടാവുമെന്ന് തോന്നി. സോ I just want to talk you about these little things. പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. Hope you guys like it. And of course, no more introduction, straight to the point. ഇതിന് 8 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് സ്ക്രീനിൽ കാണിക്കുക, അതിൻ്റെ സെക്ഷൻ മാത്രം വേണ്ടവർ താഴെ നോക്കിയിട്ട് ആ സെക്കൻഡ്സ് മാത്രം കണ്ടോളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോസസ്സറാണ്. പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഓഫ് ദ സ്മാർട്ട് ഫോൺ എന്ന് പറയാം. ആ ഒരു സ്മാർട്ട് ഫോൺ എത്രത്തോളം എഫിഷ്യൻസിയിൽ അത് വർക്ക് ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രോസസ്സറാണ്. സോ നിങ്ങൾ ഗെയിമിങ്ങിനാണെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും ഈ പ്രോസസ്സർ ചൂസ് ചെയ്യൽ ഇറ്റ്സ് മസ്റ്റ്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഏതൊക്കെയാണെന്നുള്ളത് റിസർച്ച് ചെയ്യും, അതിനനുസരിച്ചുള്ള ഫോൺ വാങ്ങുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിട്ടാണ്. ആ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ, ആപ്പിൾ സീരീസ്, മീഡിയടെക് ഒക്കെ ആണ്. ഓക്കെ, സോ അതിൻ്റെ തന്നെ കുറേ വേർഷൻ ജെന്നൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സോ സെക്കൻഡ് ആയിട്ട് നമുക്ക് വരുന്നത് റാം ആണ്. റാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് ദാറ്റ് പ്രൊവൈഡിങ് ബൈ ദി സ്മാർട്ട് ഫോൺ ടു റൺ ദ ആപ്സ്. നമ്മൾ ആപ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോറേജ്, ലൈക്ക് നമ്മളിപ്പോൾ ഒരു ബെഞ്ച് ഉണ്ട്, ആ ബെഞ്ചുമിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും, അത് തിങ്ങിയിരിക്കുകയാണെങ്കിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ടാവും, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ടാവും. അതേപോലെയാണ് റാം. ആ റാം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ഹൈ ആപ്സ് നിങ്ങൾക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യാനും ഹാങ്ങില്ലാതെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ആസ് ബിഫോർ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനോട് കണക്റ്റഡ് ആണ്. നമ്മളിത് ഇതിന് ഇത്ര ക്യാമറ പെർഫോമൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര റാം ഉണ്ട് അത് മാത്രം കണ്ടിട്ട് നമ്മൾ എടുക്കരുത്. എല്ലാ സ്പെക്കും ഒരേപോലെ കോമ്പൈൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം എടുക്കണം. അത് ഏത് പർപ്പസിന് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ എടുക്കണം. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റോമാണ്. റോം സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വീഡിയോസും ഫയൽസും ഇമേജസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഹൈ സ്റ്റോറേജ് ചൂസ് ചെയ്യുന്നത് ഓൾവേസ് ബെറ്റർ. ഇപ്പോഴത്തെ സമയത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 40 to 45% നമ്മളെ കമ്പനി ആപ്സ് അല്ലെങ്കിൽ നമുക്കുള്ള ആപ്സ് തന്നെ ഉണ്ടാവും. സോ ഡയറക്റ്റ് ആയിട്ട് നാലാമത്തേക്ക് പോവാണ്. ഡിസ്പ്ലേ ഒരുപാട് പറയാനുണ്ട്. അതിൽ 4 സെക്ഷൻ ആക്കിയിട്ട് ചുരുക്കി പറയാം. ഒന്ന് നമ്മൾ ഇഞ്ചസ്, പിന്നെ നമുക്ക് റെസൊല്യൂഷൻ നോക്കാണ്ട്, റിഫ്രഷ് റേറ്റ്, ഓൾസോ ടെക്നോളജി. ഓക്കെ, ഇഞ്ചസ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വലുപ്പം, ചില ആൾക്കാർക്ക് ചെറുതായിരിക്കും, ചില ആൾക്കാർക്ക് വലുതായിരിക്കും ഇഷ്ടം. അത് നിങ്ങൾക്ക് പ്രിഫറൻസിനനുസരിച്ച് എടുക്കാം. റെസൊല്യൂഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ റെസൊല്യൂഷൻ നമ്മൾ പിക്സൽ ബേസിലാണ് അത് അളക്കുക. നമ്മൾ ഓരോ ഇമേജ്, അത് ഫോണിൽ കാണുന്ന ആ ഡിസ്പ്ലേ ശരിക്കും ഓരോ സ്മോൾ ഡോട്ട്സ് കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണ് നമുക്കത് കാണുന്നത്. അപ്പോൾ ഈ ലൈറ്റ്സിനെ അളക്കുന്നതാണ്. അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിൻ്റെ കോൺട്രാസ്റ്റും അതിൻ്റെ ടെക്നോളജിയൊക്കെ ബേസ്ഡ് ആണ് നമുക്ക് റെസൊല്യൂഷൻ വരിക. ഹൈ റെസൊല്യൂഷനുള്ള പോലെ നല്ല ഷാർപ്പും ക്വാളിറ്റി ഇമേജസും ഒക്കെ കിട്ടാൻ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ടെക്നോളജി വൈസ് പറയുമ്പോൾ നമ്മൾ LCD സ്ക്രീന്, OLED, അമോൾഡ് ഡിസ്പ്ലേ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ LCD ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഡോട്ട് കൊണ്ട് കണക്ട് ചെയ്താണ് ഇമേജ് എന്ന് പറഞ്ഞില്ല, അത് സ്വന്തമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് LCD. ഇത് മാറി വരുന്നത് OLED മുതലാണ്. OLED കണക്ട് ചെയ്യുന്ന ഓരോ ഡോട്ട്സിനും സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, സോ അതിൽ ബെറ്റർ വേർഷൻസ് ആണ് ഡൈനാമിക് അമോൾഡ് ഡിസ്പ്ലേ വെക്കുക. അതൊക്കെ നിങ്ങൾ ചെറിയ റിസർച്ച് നടത്തി അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇടാവുന്നതാണ്. പിന്നെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ഈ റിഫ്രഷ് റേറ്റ് ആണ് നമ്മൾക്ക് കണക്കാക്കുന്നത്. ഓൾസോ ലാസ്റ്റ് നമ്മൾ ഷസാം പ്രോൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നേ മാറി, അത് 120 Hz കൊടുക്കുന്നില്ല, 60 മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് പറയാനുള്ളതാണ് ഈ 60 എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രോളിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും അതേപോലെ വീഡിയോ ഗെയിമിംഗ് പെർഫോമൻസും ഒക്കെ ഹൈ ഹെർട്സ് ഉള്ളത് ഫോൺ ചൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്രൈറ്റ്നെസ് HDR ആണ് പറയാനുള്ളത്. ബ്രൈറ്റ്നെസ് HDRൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ സൺലൈറ്റ് അല്ലെങ്കിൽ പുറത്ത് പോയി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ അത് നിറ്റ്സിലാണ്, NITS അതിലാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അത് 400, 800 ഹൈ നിറ്റ്സ് ഉള്ളത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ HDR നമുക്ക് ഫോണിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി, കോൺട്രാസ്റ്റ്, ഷാർപ്നെസ് ഒക്കെ കണക്കാക്കുന്നതാണ്. അതിൽ തന്നെ HDR10+. മെയിനായിട്ട് സാംസങ് ആണ് സപ്ലൈ ചെയ്യാറ് ഡിസ്പ്ലേ. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്യാമറനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മെഗാപിക്സൽ 50 മെഗാപിക്സൽ 100 മെഗാപിക്സൽ അങ്ങനെ നോക്കിയിട്ട് ഇത് ഭയങ്കര പെർഫോമൻസ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നൊരു പരിപാടിയുണ്ട്. അത് ശരിക്കും മണ്ടത്തരാണ്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഞാൻ പണ്ട് അല്ലാതെ ഞാൻ ഇത് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അന്ന് ഐഫോണിന് 10 മെഗാ പിക്സൽ 20 മെഗാ പിക്സൽ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്റ്റിൽ ദാറ്റ് ടൈം ഐഫോണിൻ്റെ ക്യാമറ അല്ലെങ്കിൽ അതിലെടുക്കുന്ന ഫോട്ടോക്ക് ആയിരിക്കും ക്വാളിറ്റി കൂടുതൽ. സോ അപ്പോൾ ഈ മെഗാ പിക്സൽ മാറ്റർ അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് ആണ്. നല്ല സോഫ്റ്റ്വെയർ നല്ല OS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പെർഫോമൻസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ റാമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റാമൊക്കെ ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ ഫോൺസിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള ക്വാളിറ്റി പിന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ക്യാമറ നോക്കുമ്പോൾ നമ്മൾ മെഗാ പിക്സൽ നോക്കണ്ടെന്നല്ല, പക്ഷെ അതിൻ്റെ കൂടെ നല്ല OS ആണോ സോഫ്റ്റ്വെയർ ആണോ എന്നൊക്കെ നോക്കണം. അതും കൂടി ക്യാമറൻ്റെ ക്വാളിറ്റിനെ മാറ്റർ ചെയ്യും. സോ അടുത്ത പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിനെ കുറിച്ചാണ്. ബാറ്ററി ആസ് യൂഷ്വൽ ഓൾസോ എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ കൂടുതൽ MAH ഉള്ള ബാറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ, അതേപോലെ ഡ്രെയിനേജ്, ഹീറ്റിംഗ് ഇഷ്യൂ മെയിനായിട്ട് നോക്കേണ്ടതാണ്. അത് ചിപ്സെറ്റിൻ്റെ കൂടി നോക്കാം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അത് നമ്മൾ പ്രോസസ്സറിൽ പറയേണ്ട ഒരു കേസായിരുന്നു. ബാറ്ററി ചൂസ് ചെയ്യുമ്പോൾ നല്ല MAH ഉള്ളത് നോക്കുക, ഒപ്പം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണോ എന്നുള്ള കാര്യം കൂടി നോക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ്, അതേപോലെ iOS, ഇപ്പോൾ നമ്മളിവിടെ ഇല്ലാത്തതാണ് ഹുവായിക്ക് ഹാർമോണി OS എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിലും സബായിട്ട് നത്തിങ് OS, MIൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ്സ് ഉള്ളതുണ്ട്, ആഡ്സ് ഇല്ലാത്തതുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് കണക്ടിവിറ്റിയാണ്. വൈഫൈ, അതേപോലെ വൈഫൈ എത്രാമത്തെ ജെന്നാണ് നോക്കണം. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ 5G 4G പോലത്തെ കണക്ഷൻ നോക്കണം. NFC കാർഡ്ലെസ് പേയ്മെൻറ്റ് NFC ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഹോപ്പ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഫോൺ ചൂസ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓവറോൾ ചിന്തിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത് മാത്രം. ഓക്കെ, ആദ്യം നമ്മൾ ബഡ്ജറ്റാണ് കണക്കാക്കേണ്ടത്. നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് നോക്കുക. പിന്നെ നമുക്ക് എന്താണ് നീഡ്സ്, നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആണോ, അതല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ യൂസ് ആണോ, അതല്ലെങ്കിൽ ഗെയിമിംഗ് ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ ആ ബഡ്ജറ്റിലുള്ള ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചൂസ് ചെയ്യണം. അതിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൂടുതൽ നൽകുന്നത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാത്ത ബ്രാൻഡ്സുകൾ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് ചൂസ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ആൾക്കാരുടെ റിവ്യൂസ്, ജെന്യൂൻ റിവ്യൂസ് നമ്മൾ നോക്കണം. അവിടെയാണ് നമ്മൾ ടെക് റിവ്യൂസും കാണേണ്ടത്, പിന്നെ നോർമലായിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് റിവ്യൂസ് കാണേണ്ടത്, ഇതൊക്കെ ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങളായിട്ടുള്ള ബ്രാൻഡ്സുകളായിട്ട് കണക്ട് ചെയ്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരു ഈസി ഓഫ് യൂസ്, അതായത് ആ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അറ്റ് ലാസ്റ്റ് നിങ്ങൾ മാക്സിമം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ട്രൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഷോറൂമിൽ പോയിട്ടോ അല്ലെങ്കിൽ വാങ്ങിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞൊരു കാര്യം, ചിപ്സെറ്റിൻ്റെ ചിപ്സെറ്റിലെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യമാണ് ഈ NM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ചെറുതുള്ളത് ഹീറ്റിംഗ് കുറയ്ക്കാനും, അതേപോലെ ഡാറ്റ ഷെയർ ചെയ്യാൻ, പിന്നെ ഇലക്ട്രിസിറ്റി ഷെയർ ചെയ്യാനൊക്കെ ഫാസ്റ്റ് ഉണ്ടാവും. സോ അത് ഹീറ്റിംഗ് കുറക്കാനും NM കുറവുള്ളതാണ്. 2011 ആദ്യം ഇറക്കിയത് 28 NM ഉള്ളതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് 14 ആയി, പിന്നെ 5, 6, 4, ഇപ്പം 4 ഏറ്റവും ലേറ്റസ്റ്റിലുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇനി വീഡിയോ ചെയ്യണം എന്നുള്ള മൈൻഡ് ഉണ്ട്. ലെറ്റ് മീ നോ ഹൗ യു ഗൈസ് ലൈക്ക് ദിസ്. അപ്പോൾ ഓക്കെ, ബൈ.